അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും പിടിച്ചു കെട്ടുന്നതിൽ ഇറാൻ ഇപ്പോൾ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് വളരെ കൃത്യമായി അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇറാൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നു എന്ന പ്രസ്താവന കൃത്യമായി അദ്ദേഹം നടത്തി കഴിഞ്ഞു. പ്രധാനമായും 3-4 കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കപ്പലുകൾ ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാമെന്ന് അമേരിക്ക കരുതേണ്ടതില്ല. കാരണം പറയുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നത് വലിയ ചിലവ് വരുന്ന ബില്യൺ കണക്കിന് ഡോളർ വരുന്ന കപ്പലുകൾ ഉപയോഗിച്ച് ഒരിക്കലും തന്നെ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ കഴിയില്ല. കാരണം ചെറിയ കാശ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലിനെ ആക്രമിക്കാൻ കഴിയും. അത് നിസ്സാര കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നു, വളരെ കുറഞ്ഞ ചെലവ് മാത്രമുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കാൻ കഴിയും കപ്പലുകളെ എന്നാണ്. അത് അനുഭവത്തിന്റെ പാഠത്തിലാണ് JD വാൻസ് പറയുന്നത്. അമേരിക്കൻ കപ്പലുകളെ എത്രയാണ് ഇറാൻ ഡ്രോൺ കൊണ്ട് ആക്രമിച്ചത് എന്ന് JD വാൻസിന് നന്നായി അറിയാം. അതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലേക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് സൈനികരെ അയച്ച് ആ രാഷ്ട്രത്തിലേക്ക് കടക്കാം, അവിടെയുള്ള ഭരണം മാറ്റാം എന്ന് കരുതുന്ന കാലം കഴിഞ്ഞുപോയി. ഇറാഖിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ലിബിയയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലം കഴിഞ്ഞു, ഇറാനോടുകൂടെ അത് അവസാനിച്ചു എന്നാണ് JD വാൻസ് പറയുന്നത്. ഒരു രാഷ്ട്രം എങ്ങനെ പോകണം, ആ രാഷ്ട്രം ആര് ഭരിക്കണം എന്ന് ആ രാഷ്ട്രത്തിന്റെ ജനങ്ങൾ തീരുമാനിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ സൈന്യത്തിന് അവിടെ വിന്യസിക്കാൻ കഴിയില്ല. അത് തീരുമാനിക്കാൻ സൈന്യത്തിന് കഴിയില്ല. ആ കാലം കഴിഞ്ഞുപോയി എന്നാണ് JD വാൻസ് പറയുന്നത്. സൈനിക ഇടപെടലുകളുടെ കാലം കഴിഞ്ഞുപോയി. അത് ഇറാഖിൽ ഞാൻ പറഞ്ഞ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇറാനോടുകൂടെ ആ കാലം അവസാനിച്ചു എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറയുന്നു. പിന്നീട് അദ്ദേഹം ഗൗരവപരമായ ചില കാര്യങ്ങൾ ഇസ്രയേലിനെതിരെ തുറന്നടിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം പറയുന്നത് ഇറാനുമായി ചർച്ചയെ തള്ളിക്കളയുന്ന ആളുകൾ അമേരിക്കയിലുമുണ്ട്, ഇസ്രായേലിലുമുണ്ട്. ഇസ്രായേലിന്റെ നെതന്യാഹു അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവർ ഒരു യാഥാർത്ഥ്യത്തിൽ ഒരു പരിഹാര മാർഗം അവരുടെ മുന്നിൽ ഇപ്പോഴും ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആക്രമണങ്ങളിലൂടെ ഇറാനിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് പരിഹാര മാർഗം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത്, അവരുടെ തീരുമാനം അനന്തമായ ബോംബാക്രമണങ്ങളാണ്. അതുപോലെ ഫലമില്ലാത്ത അനന്തമായ ബോംബാക്രമണം. എത്ര കാലം ഇറാനിൽ ബോംബിടേണ്ടി വരും, മിസൈൽ ആക്രമണം നടത്തേണ്ടി വരും എന്നതിൽ ഒരു കൃത്യതയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ട്രംപ് കരുതിയിരുന്നത് ആഴ്ചകൾ കൊണ്ട്, ഏകദേശം 10 ദിവസം കൊണ്ട് കയറി പോകാമെന്നായിരുന്നു. പക്ഷെ അത് നീണ്ടപ്പോഴാണ് ആദ്യത്തെ 12 ദിവസം കഴിഞ്ഞ് ഇസ്രായേൽ മുണ്ടുമെടുത്ത് കയറിപ്പോയത്. പിന്നെ ഒരു 40 ദിവസം അമേരിക്ക ഒന്ന് പണിത് നോക്കി, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നോക്കി. അതും അവസാനം പുരോഗതിയില്ല എന്ന് കണ്ടപ്പോൾ രണ്ടുപേരും മുണ്ടെടുത്ത് കയറിപ്പോയതാണ്. ഇപ്പോൾ വീണ്ടും ഇറാൻ തന്നെയാണ് വിജയം കൈവരിച്ചിരിക്കുന്നത്. ഹോർമുസിൽ ഫീസ് വാങ്ങാൻ തുടങ്ങി. അമേരിക്ക ലോകത്തിന് മുന്നിൽ വഷളായി എന്ന് തോന്നിയപ്പോൾ പല രീതിയിലും യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇറാൻ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങിയില്ല. വീണ്ടും യുദ്ധത്തിനിറങ്ങി കഷ്ടപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഒരു വലിയ അഗാധമായ ഗർത്തത്തിലേക്കാണ് വീണിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇറാൻ പറയുന്നത്, ഞങ്ങളെ ഏത് രീതിയിലാണോ അമേരിക്ക ആക്രമിക്കുന്നത് അതേ രീതിയിൽ പ്രവിശ്യയിൽ ഞങ്ങൾ അമേരിക്കയെ തിരിച്ചടിക്കുമെന്നാണ്. ഇതിന് സൈനിക നടപടികളുടെ ഒരു പരിഹാരവുമില്ല എന്ന് പറയുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റാണ്. ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.